ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഓവർസിയർ ഇലക്ട്രീഷ്യൻ, അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് സെപ്റ്റംബർ 30 ആണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ഡേറ്റ് എല്ലാം അറിഞ്ഞു കാണും. സിലബസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളത് റിലേറ്റ് ചെയ്തിട്ട് സിലബസ് അനുസരിച്ച് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണ്. നമ്മൾ മൺഡേ മുതൽ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന നമുക്കൊരു PYQ ഡിസ്കഷനാണ്. നമ്മുടെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സസും നോട്ട്സും ക്വസ്റ്റ്യൻസും ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ക്ലാസ്സസ് എല്ലാം നമ്മൾ കൊടുത്ത് കുട്ടികളെ ഒരു ഐഡിയ വെച്ച് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ നമ്മുടെ ഒരു PYQ ആണ്. PYQ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം സെയിം ട്രേഡിൻ്റെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്ന ഈ സെയിം പോസ്റ്റിൽ നടന്ന ഒരു എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇന്ന് നമുക്ക് ഡേറ്റ് 3 വരുന്നത് ഈ PYQൻ്റെ സ്റ്റഡിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൽ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം, അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻസർ കീ ഉള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയിട്ടുള്ള ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. മൊഡ്യൂൾ 1 നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 അനുസരിച്ച് 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വർഷം പഠിക്കുമ്പോഴും നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ബേസിക്സ് ആയതുകൊണ്ട് നിങ്ങൾ വെറുതെ അത് വിട്ട് കളയരുത്. അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 മാർക്ക് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന പോലെ നമ്മളത് മൊഡ്യൂൾ 1 നമ്മൾ വിട്ട് കളയും. പക്ഷേ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യൂണിറ്റ്സ് ഒക്കെ കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാം. സോ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓഫ് എ കണ്ടക്ടർ അല്ലെങ്കിൽ ഓഫ് എ വയർ, അല്ലെങ്കിൽ അത് കണ്ടക്ടർ ഇൻക്രീസ് ആകുമ്പോൾ എന്ത് പറ്റും, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടക്ടർ മെറ്റീരിയൽ ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഫോമുല അനുസരിച്ച് എന്താണ് ഫോമുല, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ R = ρl/A അല്ലെങ്കിൽ ρ = RA/L അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം അല്ലേ, ഇതിനെ ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം റെസിസ്റ്റൻസ് ഓഫേർഡ് ആണ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. പിന്നെ വോൾട്ടേജ് നമുക്ക് നോൺ വാല്യൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പം എന്തായിരിക്കും, സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓമീറ്റർ. ഇതൊക്കെ പഠിക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്. ഓമീറ്റർ ആണ് SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റിയുടെ ഫോമിൽ ρ = RA/L. റോ സ്പെസിഫിക് റെസിസ്റ്റൻസ്, R റെസിസ്റ്റൻസ്, A ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഏരിയ, റെസിസ്റ്റൻസ്, ലെങ്ത്, ടെമ്പറേച്ചർ ആൻഡ് മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത്, കണ്ടക്ടർ മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അത് വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. When 5 resistors each of 14 ohm are connected in parallel, the net resistance of the combination is dash ohm. 5 റെസിസ്റ്റൻസ് എത്രയാണ് വാല്യൂ, 14. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 1/14 5 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം ഇറ്റ് ഈസ് 5/14. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 14/5. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ, ഇറ്റ് ഈസ് 2.8 Ohm. ഓക്കെ, അപ്പോൾ ആൻസർ വന്നിട്ട് ഓപ്ഷൻ D, 2.8 Ohm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Given 3 equal resistance, how many combination of these 3 resistance can be made? 3 ഈക്വൽ റെസിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു 3 റെസിസ്റ്റൻസ് ഉപയോഗിച്ച് എത്രയാണ്. അപ്പോൾ നമുക്ക് നമുക്കൊന്ന് വരച്ച് നോക്കാം. പാരൽ ആകുമ്പം ഇങ്ങനെ നമുക്ക് 3 റെസിസ്റ്റൻസ് പാരലായിട്ടൊരു കോമ്പിനേഷൻ വരാം. പിന്നെ എങ്ങനെ വരാം, 2 എണ്ണം സീരീസും 1 എണ്ണം പാരലായിട്ട് വരാം. പിന്നെ എങ്ങനെ വരാം, 3 സീരീസായിട്ട് വരാം. ഓക്കെ, പിന്നെ ഒരു കോമ്പിനേഷനും കൂടെ ഉണ്ട്, 2 എണ്ണം പാരലും 1 എണ്ണം സീരീസ്. അപ്പോൾ മൊത്തം എത്ര കോമ്പിനേഷൻ വരാൻ പറ്റും, മൊത്തം 4 കോമ്പിനേഷൻസ് അല്ലേ. 4 കോമ്പിനേഷൻസ് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. നോഡൽ അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ്. നോഡ് അനാലിസിസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, ഏതാണ്, കിർച്ചോഫ് കറണ്ട് ലോ. നോഡ് അനാലിസിസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ് കറണ്ട് ലോ ആണ്. അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കറണ്ട് ലോയും ഓംസ് ലോയും റിലേറ്റ് ചെയ്ത് നോഡൽ മെത്തേഡ് ഓഫ് സർക്യൂട്ട് അനാലിസിസ് ബേസ്ഡ് ഓൺ
KVL അല്ലെങ്കിൽ ഓംസ് ലോ, KVL KCL ഓംസ് ലോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിൻലി നമുക്കറിയാം നോഡൽ മെത്തഡ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ KCL ആണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് KCL ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ക്രിച്ചോഫ് കറണ്ട് ലോയും ഓംസ് ലോ ഒക്കെ നമ്മുടെ സിലബസിൽ പഠിച്ചിട്ടുണ്ട്, വോൾട്ടേജ് ലോയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് KCL എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൽജിബ്രിക് സം ഓഫ് ഇലക്ട്രിക് കറണ്ട് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. അതായത് സം ഓഫ് ദി കറണ്ട് എൻട്രിങ് നോഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് ദി കറണ്ട് ലീവിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്? കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് അല്ലേ? കൺസർവേഷൻ ഓഫ് ചാർജ്, അങ്ങനെയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് ഇപ്പോൾ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന് ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക് പവർ ഈസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, റേറ്റ് ഓഫ് എനർജി, റേറ്റ് ഓഫ് വർക്ക് ഡൺ, കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ്. എന്താണ് ഇലക്ട്രിക് പവർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, റേറ്റ് ഓഫ് എനർജി, റേറ്റ് ഓഫ് വർക്ക് ഡൺ. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ RMS വാല്യൂ ഓഫ് സൈനസോഡൽ AC കറണ്ട് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് വാല്യൂ അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. സൈനസോഡൽ AC കറണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ആൻ ആംഗിൾ ഓഫ് എത്രയാണ്? ഇറ്റ് ഈസ് 45 ഡിഗ്രി. അടുത്ത ദിവസം നോക്കൂ. ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് ആർ ഇൻക്രീസ്ഡ്. വാട്ട് ഹാപ്പൻ ടു ദെയർ പവർ ഔട്ട്പുട്ട്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഡിക്രീസസ് ഫോർ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഇൻക്രീസസ് ഫോർ കറണ്ട് സോഴ്സ്. അപ്പോൾ നമുക്ക് ഒരു ഇന്റർണൽ റെസിസ്റ്റൻസ്, ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സും അതുപോലെ ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഐഡിയൽ ആണ്. അപ്പോൾ ഐഡിയൽ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആകുമ്പോൾ ഇറ്റ് ഈസ് 0യും ഐഡിയൽ കറണ്ട് സോഴ്സ് ആകുമ്പോൾ ഇൻഫിനിറ്റിയും വരും. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഇന്റർണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിനൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അത് നമ്മൾ സീരീസ് ആയിട്ട് അല്ല, ഇന്റർണൽ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് നമ്മൾ ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യും. ഐഡിയൽ ആണെങ്കിൽ ജസ്റ്റ് വോൾട്ടേജ് സോഴ്സ് മാത്രം, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് മാത്രം. ഓക്കെ, അതുപോലെ ഇൻ കേസ് ഓഫ് ഒരു കറണ്ട് സോഴ്സ്, ഐഡിയൽ കറണ്ട് സോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലേ? ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഐഡിയൽ കറണ്ട് സോഴ്സിൽ. സോ നമുക്ക് എന്താ പറയാം? ഐഡിയൽ കറണ്ട് സോഴ്സിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഐഡിയൽ കറണ്ട് സോഴ്സ്. അതായത് നമ്മൾ പാരലായിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോ കണ്ടക്റ്റൻസ് വാല്യൂ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്യാം. ഐഡിയൽ ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് ആർ എന്തായിരിക്കും? ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇൻഫിനിറ്റി, ഐഡിയൽ കറണ്ട് സോഴ്സ് 0 ആയിരിക്കും. അപ്പം അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പീക്ക് ഫാക്ടർ ഓഫ് എ സൈനസോഡൽ വേവ്. എപ്പോഴും ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1.41. അടുത്ത ദിവസം നോക്കൂ. ദ വാല്യൂ ഓഫ് ഇക്വലന്റ് ലോഡ് റെസിസ്റ്റൻസ് ആർ to be connected across a battery of internal resistance R to get a maximum power transfer to the load. maximum power കിട്ടണമെങ്കിൽ എന്താണ്? ഇക്വലൻ്റ് ലോഡ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഇന്റർണൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം. അടുത്ത ദിവസം നോക്കി. ഇൻ എ 3-phase സിസ്റ്റം ദ വോൾട്ടേജ് ബിറ്റ്വീൻ 2 phases ഈസ് ഇറ്റ് ഈസ് വാട്ട്? ലൈൻ വോൾട്ടേജ്. അതുപോലെ തന്നെ ഇൻ എ 3-phase സിസ്റ്റം സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുപ്പിച്ച് വരുന്ന സെയിം ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്. വോൾട്ടേജ് അക്രോസ് ഫേസ് ടു ന്യൂട്രൽ. അപ്പോൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ വരരുത്. 3-phase സിസ്റ്റിൽ 2 ഫേസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് നമ്മൾ എന്താ പറയും? ലൈൻ വോൾട്ടേജ്. വോൾട്ടേജ് അക്രോസ് ടു ന്യൂട്രൽ, വോൾട്ടേജ് അക്രോസ് ഫേസ് ടു ന്യൂട്രൽ ആണെങ്കിൽ ഫേസ് വോൾട്ടേജ്. അത് പഠിക്കാം. അടുത്ത ദിവസം നോക്കൂ. ഫോർ സെയിം ലൈൻ കറണ്ട് ആൻഡ് ലൈൻ വോൾട്ടേജ് പവർ ടേക്കൺ ബൈ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഈസ്. സെയിം ലൈൻ കറണ്ടും ലൈൻ വോൾട്ടേജ് ആണെങ്കിൽ പവർ ടേക്കൺ ബൈ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. In a 3-phase AC circuit, the sum of all the 3 generated voltage is 3-phase AC circuit all 3 generated voltage എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്ത ദിവസം നോക്കൂ. ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് എ കപ്പാസിറ്റൻസ് വാല്യൂ C, a plate is inserted at the middle on the capacitor. What happens to its capacitance? അപ്പോൾ എന്ത് പറ്റും? വാട്ട് ഹാപ്പൻസ് ടു ദ കപ്പാസിറ്റൻസ് വിൽ റിമെയിൻ സെയിം. അടുത്ത ദിവസം നോക്കൂ. ഇഫ് RMS വോൾട്ടേജ് ഓഫ് V വോൾട്ട് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു അനദർ സർക്യൂട്ട് ടു ഗെറ്റ് 10 വോൾട്ട് RMS, then the impedance of the transformed circuit is. If the RMS voltage V വോൾട്ടുള്ള RMS വോൾട്ടേജ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു അനദർ സർക്യൂട്ട്, പക്ഷേ മെയിൻ ഗെറ്റ് 10 വോൾട്ട് RMS ആണെങ്കിൽ ഇംപിഡൻസ് ഓഫ് ദി ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ സർക്യൂട്ടിനെ കാട്ടിയും ഹയർ ആയിരിക്കും.
ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് കോർ ആൻഡ് ലെങ്ത് ഓഫ് മാഗ്നറ്റിക് പാത്ത് ആർ ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ടു ദ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. അല്ലേ, ഇൻഡക്റ്റൻസ് L ഈക്വൽ ടു എന്താണ് മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ എ ബൈ എൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡബിൾ ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ? ഇറ്റ് വിൽ ബിക്കംസ് 4 ടൈംസ്. ഓക്കെ, അപ്പോൾ ഈ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അടുത്ത 1 വെബർ ഈസ് ഈക്വൽ ടു ഡാഷ് മാക്സ്വെൽ 10⁸. ഓക്കെ, 1 വെബർ ഈസ് ഈക്വൽ ടു എത്രയാണ് മാക്സ്വെൽ വരുന്നത്? 10⁸. ദ MMF ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് കറണ്ട് ഫ്ലോ ടു ദ കോർ. A charge Q is located at the center of a cube. The electric flux through any phase is. ഇതാണ് ഫോമുല വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഇതിലേക്കുള്ള ഫോമുലാസ് പഠിച്ചു വയ്ക്കുക. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഫീൽഡ് ഇൻറ്റൻസിറ്റി വിത്ത് റിലേറ്റീവ് ആൻഡ് ആബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി ഈസ് എക്സ്പ്രസ്ഡ് as E equal to D divided by epsilon 0 epsilon R. Which of the following type of charges on surface has position but not the dimensions? ലൈൻ ചാർജ്, സർഫസ് ചാർജ്, ഓൾ ഇറ്റ് ഈസ് നൺ ഓഫ് ദി എബോ ആണ് ആൻസർ വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. ഡ്യൂറിങ് തണ്ടർ സ്റ്റോം എ 50 കൂളും ചാർജ് ഈസ് ഡിസ്ചാർജ്ഡ് ബിറ്റ്വീൻ ക്ലൗഡ്സ്. ദ ടൈം ഓഫ് ഡിസ്ചാർജ് ഈസ് 20 milliseconds. ഡിറ്റർമിൻ ദ ലൈറ്റിംഗ് കറണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരുന്നത് തണ്ടർ സ്റ്റോം ഒക്കെ പറയുമ്പോൾ ജസ്റ്റ് നമുക്കറിയാം എത്ര വന്നിട്ടുണ്ട്. ചാർജ് എന്നിട്ടുണ്ട് എത്രയാണ്? 50 കൂളുമ്പ്. ഓക്കെ, ടൈം ഓഫ് ഡിസ്ചാർജ് dQ/dt എന്നിട്ടുണ്ട്. ടൈം ഓഫ് ഡിസ്ചാർജ് 20 milliseconds. കറണ്ട് കാണാൻ ഫോമുല I ഈക്വൽ ടു എന്താണ്? dQ/dt. ദറ്റ് ഈസ് 50/20 milliseconds ആകുമ്പോൾ ഇൻറ്റു 10⁻⁻3. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആൻസർ വരുന്നത് 2500 ആ ഒരു റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഓപ്ഷൻ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ഫ്രം എ ബാറ്ററി. ആഫ്റ്റർ ഫുള്ളി ചാർജ്ഡ് ദ ബാറ്ററി ഈസ് റിമൂവ്ഡ് and an identical uncharged capacitor is connected in parallel. The total energy of the combination is. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് നോക്കാം. ഈ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ഫ്രം എ ബാറ്ററി. എന്നിട്ട് എന്ത് ചെയ്തു? ആഫ്റ്റർ ഫുള്ളി ചാർജ്ഡ് ദ ബാറ്ററി ഈസ് റിമൂവ്ഡ് ആൻഡ് ആൻ ഐഡൻറ്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് പാരലായിട്ട് കണക്ട് ചെയ്തു. ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷന് ടോട്ടൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം. എന്താണ്? ജസ്റ്റ് നമ്മൾ നോക്കൂ. കപ്പാസിറ്റർ ക്യൂ ചാർജും വോൾട്ടേജ് ഒക്കെ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ എന്താണ്? Q ഈക്വൽ ടു CV അല്ലേ? Q ഈക്വൽ ടു ചാർജ് ഓൺ കപ്പാസിറ്റർ Q ഈക്വൽ ടു CV ആണ്. അപ്പോൾ വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അനദർ അൺചാർജ്ഡ് കപ്പാസിറ്റർ, അപ്പോൾ അതിനെ നമ്മൾ എന്താണ് ഒരു പാരലായിട്ട് എന്താണ് അതായത് അനദർ അൺചാർജ്ഡ് കപ്പാസിറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? വോൾട്ടേജ് V ഈക്വൽ ടു എന്തായിരിക്കും? V ഈക്വൽ ടു Q1 + Q2 ഡിവൈഡ് ബൈ C1 + C2. ദാറ്റ് ഈസ് എന്താണ് അൺചാർജ്ഡ് അല്ല. അപ്പം Q + Q2 0 ആയിരിക്കും. Q + 0 ഡിവൈഡ് ബൈ 2 C1 C2. C നമുക്ക് ആയിട്ട് ഇടാം 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വോൾട്ടേജ് VC ഈക്വൽ ടു V/2 എന്ന് കിട്ടും അല്ലേ? നമുക്ക് എന്താണ് വേണ്ടത്? ടോട്ടൽ എനർജി ഓഫ് ദി കോമ്പിനേഷൻ. എനർജി കാണാനുള്ള ഫോമുല എന്താണ്? ഹാഫ് CV² അല്ല, അതല്ലേ ഫോമുല? ഇനീഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് CV². അപ്പോൾ 2 കേസും എടുക്കുക. ഫസ്റ്റ് കേസും രണ്ടാമത്തെ കേസും എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് CV². ഇവിടെ എന്തായി മാറി? V/2 അല്ലേ? ഹാഫ് C ഇൻറ്റു V/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് C ഇൻറ്റു V/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2 കേസും സോൾവ് ചെയ്ത് നോക്കാം. 2 കേസും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു CV²/4 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പം CV²/4 എന്ന് കിട്ടും. ഇത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ. V²/4 എന്ന് കിട്ടും. ഇവിടുത്തെ ലോസ് ഓഫ് എനർജി എന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് ടോട്ടൽ എനർജി ഓഫ് ദി കോമ്പിനേഷൻ രണ്ടിൻ്റെയും ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കാനുള്ളത്. CV²/4. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പറയാം? ഇൻക്രീസസ് ബൈ എ ഫാക്ടർ 2 ആണോ, റിമെയിൻ കോൺസ്റ്റൻ്റ് ആണോ, ഡിക്രീസസ് ബൈ എ ഫാക്ടർ 2 ആണോ, നൺ ഓഫ് ദി എബോ? CV²/4 ആണ്. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ 2. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. C ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് ഡയലക്ട്രിക്. ഇഫ് ഹാഫ് പോർഷൻ ഈസ് ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് വിത്ത് പെർമിറ്റിവിറ്റി epsilon r, then and the expression for new capacitance. ന്യൂ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ,
അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു C is the capacitance of a parallel plate capacitor with air as dielectric ആണ്. ഹാഫ് പോർഷൻ ഈസ് ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് വിത്ത് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ. ന്യൂ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് നമുക്ക് C ഈക്വൽ ടു നമ്മളെ എക്സ്പ്രഷൻ എന്താണ്, ബേസിക് എക്സ്പ്രഷൻ എപ്സിലോൺ 0 A/D ആ ഒരു ഫോമിൽ ഇൻ ടേംസ് ഓഫ് സിയിൽ എഴുതാം. C ഈക്വൽ ടു A1 എപ്സിലോൺ 1 D1. അതുപോലെ തന്നെ രണ്ടാമത് A2 എപ്സിലോൺ 2 D2. രണ്ടാമത്തെ എന്താ വന്നിട്ടുള്ളത്, ഹാഫ് പോർഷൻ ഈസ് ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് വിത്ത് പെർമിറ്റിവിറ്റി ഓഫ് എപ്സിലോൺ ആർ. ഹാഫ് പോർഷൻ ഓഫ് ഡയലക്ട്രിവിറ്റി. അപ്പം എങ്ങനെ വരും, ഇറ്റ് ഈസ് 2D വരും അല്ലേ. രണ്ടാമത് 2D വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. 2D വരും. രണ്ടാമത്തതും ഫസ്റ്റത്തും ഹാഫ് പോർഷൻ എന്തായി മാറി, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് പെർമിറ്റിവിറ്റി ഓഫ് എപ്സിലോൺ ആർ ആണ്. അപ്പം A എപ്സിലോൺ 0/2D എങ്ങനെ വരും ഇക്വേഷൻ, ഇറ്റ് ഈസ് A എപ്സിലോൺ 0/2D പ്ലസ് A എപ്സിലോൺ ആർ എപ്സിലോൺ 0/2D. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പം ഇത് A എപ്സിലോൺ 0/2D കോമൺ എടുക്കാം. 1 പ്ലസ് എപ്സിലോൺ ആർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് C ഈക്വൽ ടു എന്താണ്, A എപ്സിലോൺ 0/Dനെ നമുക്ക് C എന്ന് കൊടുക്കാം അല്ലേ, C അല്ലേ. അപ്പം C/2 × 1 പ്ലസ് എപ്സിലോൺ ആർ എന്ന് കിട്ടും. ഓപ്ഷൻ A ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഐഡിയ വെച്ച് ചെയ്ത് നോക്കുക, എന്നാലേ നമുക്ക് എക്സ്പ്രഷനൊക്കെ കിട്ടത്തുള്ളൂ. അടുത്ത ദിവസം നോക്കൂ. ഡ്യൂറിങ് ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എക്സ്പെരിമെൻറ്റ് ദ മെക്കാനിക്കൽ എഫേർട്ട് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ മാഗ്നറ്റ് നിയർ എ കോയിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ ദാറ്റ് കോയിൽ. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലെൻസസ് ലോയും കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അടുത്ത ദിവസം യൂണിറ്റ് ഓഫ് ലൂമിനൻസ്. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ഫാസ്റ്റിൽ പോവാണ്. യൂണിറ്റ് ഓഫ് ലൂമിനൻസ് എന്താണ്, ലൂമിനൻസിൻ്റെ യൂണിറ്റ് നിങ്ങൾ എഴുതി നോക്കുക എന്താണ് ലൂമിനൻസ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ലൂമിനൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി പെർ യൂണിറ്റ് ഏരിയ എന്ന് വരും അല്ലേ. ഇൻറ്റൻസിറ്റി പെർ യൂണിറ്റ് ഏരിയ എന്ന് വരും. ദാറ്റ് ഈസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പം എന്താണ്, അതിൻ്റെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ക്യാൻഡലയാണ് അല്ലേ, CD ക്യാൻഡല. ലൂമിനസ് ഇൻറ്റൻസിറ്റി പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ക്യാൻഡല പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ക്യാൻഡല എന്ന് പറയുമ്പോൾ ലൂബൻ പെർ സ്റ്റെറഡിയൻ അങ്ങനെ നമ്മൾ പറയുന്നുണ്ട് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഓപ്ഷൻ C ആണ് വരുന്നത്. മിനിമം സൈസ് ഓഫ് എർത്ത് കണ്ടക്ടർ ഓഫ് 430 to 50 HP മോട്ടർ ഇൻ SWG. സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഈസ് 1 SWG ആണ്. അടുത്ത 1 lamp should be controlled from 6 different places. For that how many intermediate and 2 two-way switches are needed? 4 intermediateും 2 two-way switchesും ആവശ്യമുണ്ട്. ലിമിറ്റ് സ്വിച്ചിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, ലിമിറ്റ് സിഗ്നൽ ലെവലാണോ, കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു മെക്കാനിക്കൽ ആണോ, കൺവേർട്ട് മെക്കാനിക്കൽ മോഷൻ ടു ഇലക്ട്രിസിറ്റി ആണ്. ഇറ്റ് ഇസ് നൺ ഓഫ് ദി അബോ. ലിമിറ്റ് സ്വിച്ച് എവിടെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, നമുക്ക് ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുമ്പോൾ മെയിൻലി ഒരു സ്വിച്ചാണ്. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് മൂവ്മെൻറ്റ് ഓഫ് എ മെഷീൻ പാർട്ട് അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഓഫ് എൻ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മെഷീനറി പാർട്ട് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാം, സേഫ്റ്റി ഇൻ്റർലോക്കായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ്, ലിമിറ്റ് സ്വിച്ചിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇൻഡസ്ട്രിയൽ സെറ്റിങ്സിലൊക്കെയാണ് അത് മെയിൻലി കൂടുതൽ ലിമിറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനടുത്ത ദിവസം നോക്കൂ. ദ ഫോളോയിങ് സിമ്പിൾ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് ബസറാണ്. IA Rule 88 ഡീൽസ് വിത്ത് ഗാർഡിങ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. അത് കുറേ IA റൂൾസൊക്കെ പഠിച്ചു വയ്ക്കുക. ടിപ്പിക്കൽ ട്രിപ്പിംഗ് ടൈം ഫോർ C ടൈപ്പ് MCB ഈ 0 to 0.4 to 5 seconds. ഇൻറ്റഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ ഇൻ ദ ഡിജിറ്റൽ മെഷർമെൻറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് വോൾട്ടേജ് ടു ഫ്രീക്വൻസി ആണ്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് സോവൻസ് ബ്രിഡ്ജ്. എല്ലാം കറക്റ്റാണ്. മെഷർമെൻറ്റ് ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ്, മെഷർമെൻറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ പെർമിബിലിറ്റി, മെഷർമെൻറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ്. അടുത്ത ദിവസം നോക്കൂ. എ സർക്കിൾ ഈസ് സീൻ ഓൺ ദി സ്ക്രീൻ ഓഫ് എ CRO വെൻ 2 ടൈം വേരിയിങ് സിഗ്നൽസ് ഓഫ് സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം മാഗ്നിറ്റ്യൂഡ് ആർ അപ്ലൈ ടു X and Y പ്ലേറ്റ്സ് ഓഫ് CRO. റിലേറ്റീവ് ഫേസ് ഡിഫറൻസ് 90 degree ആണ്. കാലിബ്രേഷൻ ഓഫ് വോൾട്ട്മീറ്റർ ഈസ് ഡൺ ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. അടുത്ത ദിവസം നോക്കൂ. വാട്ട് വുഡ് ബി ദ സെൻസിറ്റിവിറ്റി ഓഫ് ആൻ അമ്മീറ്റർ വിച്ച് റിക്വയർ ചേഞ്ച് ഓഫ് 2 ampere ഇൻ ഇറ്റ്സ് കോയിൽ ടു പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓഫ് ദി പോയിൻ്റർ ബൈ 6 mm. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, സെൻസിറ്റിവിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സെൻസിറ്റിവിറ്റി എന്നത് എന്താണ്, വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കറണ്ട് റിക്വയർഡ് ഫോർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് അമ്മീറ്റർ സ്കെയിൽ. ഒരു ഫോർമുലയുണ്ട്, എന്താണ്, ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓഫ് പോയിൻ്റർ. സെൻസിറ്റിവിറ്റി കാണാനുള്ള ഫോർമുല ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓഫ് പോയിൻ്റർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ,
ഇപ്പോൾ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓഫ് പോയിൻ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ് 6 millimeter. ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് തന്നിട്ടുണ്ട് എത്രയാണ് ചേഞ്ച് ഇൻ കറണ്ട് 2 ampere. ദാറ്റ് ഈസ് 6 mm square 6 millimeter ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് എത്ര കിട്ടും 3 millimeter per ampere. ഓപ്ഷൻ സി ആണ്. അടുത്ത ദിവസം നോക്കുക 0 to 300 volt meter have guaranteed accuracy of 1% full scale reading. The voltage measured by the instrument is 96 volt. Percent limiting error. ഇതും നമുക്ക് ഡയറക്റ്റ് ഫോമുലയുണ്ട്. പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ കാണാനുള്ള ഡയറക്റ്റ് ഫോമുലാസ് ഉണ്ട്. ഡയറക്റ്റ് ഫോമുല സബ്സ്റ്റിറ്റ്യൂഷനാണ്. ലിമിറ്റിംഗ് എറർ എന്ന് പറയുമ്പോൾ മാക്സിമം അലോവബിൾ എററാണ് ഇൻ ദ മെഷർമെൻറ്റ് ഇൻ ടേംസ് ഓഫ് ട്രൂ വാല്യൂ. അത് എന്താണ് ഓൾവേസ് വിത്ത് റെസ്പെക്ട് ടു ട്രൂ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടൊരു വേരിയബിൾ എറർ എന്നും പറയാം. അപ്പോൾ അത് കാണാനുള്ള ഫോമുല എന്താണ് പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ കാണാനുള്ള ഫോമുല ലിമിറ്റിംഗ് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. ലിമിറ്റിംഗ് എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. ഇത് ലിമിറ്റിംഗ് എറർ എത്രയാണ് ഫുൾ ലിമിറ്റിംഗ് എറർ. അതുപോലെ തന്നെ ഫുൾ സ്കെയിൽ വോൾട്ടേജ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0 to 300 volt. ഫുൾ സ്കെയിൽ വോൾട്ടേജ് 300 voltage. അക്യുറസി 1%. വോൾട്ടേജ് ടു ബി മെഷേർഡ് 96. ഇപ്പോൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ലിമിറ്റിംഗ് എറർ ഈക്വൽ ടു 1 by അക്യുറസി അല്ല. അപ്പോൾ 1/100 ഇൻറ്റു 300 ഇൻറ്റു 1/96. ഓക്കെ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പം ആൻസർ വന്നിട്ട് ഏകദേശം നമുക്ക് 3.13% കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ക്രാംപ്ഡ് സ്കെയിൽ ഫോർ ലാർജർ വാല്യൂസ് then it follows logarithmic law. If an alternating voltage source is connected to power transformer, if no load current would be sinusoidal ആയിരിക്കും and lagging the voltage by less than 90 degree. Voltage regulation of a large transformer is mainly influenced by leakage fluxes and load power factor. As the load on the transformer is increased, the core loss എന്ന് പറയുമ്പം it will remain constant. Crawling in an induction motor is due to space harmonics produced by winding currents. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി 3-phase ഇൻഡക്ഷൻ മോട്ടർ ടോർക്ക് ആൻഡ് സപ്ലൈ വോൾട്ടേജ് ആർ റിലേറ്റഡ് ആസ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു V². ഒരു വലിയ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ടോർക്കിൻ്റെ ഇക്വേഷൻ. നിങ്ങൾ 3-phase ഇൻഡക്ഷൻ മോട്ടറൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുക. T = 180/2π/NS I² R2/S. സ്ലിപ്പിൻ്റെ ഒക്കെ ഇക്വേഷനൊക്കെ എഴുതാം. സ്റ്റാൻഡ് സ്റ്റില്ലിൽ ടോർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും V². അടുത്ത ദിവസം നോക്കിയാൽ 3-phase slip ring induction motor is wound for 4 poles in stator, 6 poles in rotor. When a 3-phase balanced voltage at 50 Hz is applied to motor, it will run at stator poles ഉം rotor poles ഉം not equal അല്ലേ. സോ നമുക്ക് എന്താ പറയുക റിസൾട്ടൻറ്റ് ടോർക്ക് 0 ആയിരിക്കും. സോ മോട്ടർ വിൽ നോട്ട് റൺ. A synchronous motor and an induction motor are connected to a common feeder line. To operate the feeder line at unity power factor, the synchronous motor should be over excited ആണ്. To the following single phase motor has highest starting torque, capacitor start motor. In an AC servo motor, the control winding is supplied with the input voltage of same frequency as the reference winding voltage but with a 90 degree phase difference. For a given stepper motor, which of the following torque has the highest numerical value? Holding torque. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. The interpoles in DC machines have a tapering shape in order to reduce the saturation in the interpoles. If the two 8-pole DC machines of identical armature are wound, one with lap winding and other with wave winding. അങ്ങനെയെങ്കിൽ എന്താണ് wave windingലാണ് more rated voltage and less current. Speed of a DC motor increases with the load torque, then it is differentially compounded motor. അടുത്ത ദിവസം നോക്കിയാൽ DC shunt motor have an unsaturated magnetic circuit runs at 1500 RPM with the rated voltage. If the applied voltage is half of the rated voltage, the motor will run at. അപ്പോൾ നമ്മൾ DC shunt motor unsaturated magnetic circuit ആണ് 1500 RPM with rated voltage ആണെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ ഒമേഗ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു EB/K∅, അല്ലെങ്കിൽ ഒമേഗ എം പ്രൊപ്പോർഷണൽ ടു EB/φ. അപ്പോൾ നമ്മുടെ V ബിക്കംസ് എന്താണ് ഹാഫ് ഓഫ് റേറ്റഡ് വോൾട്ടേജ് V/2 ആണെങ്കിൽ എന്തായി മാറും EB എന്തായി മാറും E/2, ഫൈയും 5/2 ആയി മാറും. അപ്പോൾ മോട്ടർ വിൽ റൺ അറ്റ് 1500 RPM തന്നെയാണ്. അടുത്ത ദിവസം നോക്കൂ, ഈ DC ഷണ്ട് മോട്ടർ ഹാസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് RA-യും RF ഇൻ ദ armature and field circuit respectively. Armature current at starting can be reduced by keeping external resistance maximum വയ്ക്കുക, RF minimum വയ്ക്കുക. An electric train employing a DC series motor is running in a fixed speed. When a sudden slight drop in the main voltage occurs, what result will occurs?
സ്പീഡ് ഡ്രോപ്പ് ആവും, കറണ്ട് റൈസ് ആവും. A pair of DC shunt motor operates in a parallel and supply a common load if it is required to switch off machine 1 and allow machine 2 to supply the entire load. അപ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആയിരിക്കും അച്ചീവ് ചെയ്യാനുള്ളത്? എന്താണ്? റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 1, ഇൻക്രീസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 2, എൻഷുർ ദാറ്റ് മെഷീൻ 1 ജസ്റ്റ് ഫ്ലോട്ട്സ്, സ്വിച്ച് ഓഫ് ദി മെയിൻ സ്വിച്ച് ഓഫ് മെഷീൻ 1. അപ്പോൾ ഈ പ്രോസസ്സാണ്. ഇതൊക്കെ നല്ല ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് ആൻസർ ചെയ്യാം. 3-point starter of DC shunt motors are not used in applications where speed variation by field flex control is required because the motor may stop at a very high speed. For variable head of near about less than 30 meter, which type of turbine ആണ് യൂസ് ചെയ്യുന്നത്? Kaplan turbine. In DC transmission line, there is no effect due to inductive and capacitive reactance. Series capacity compensation of EHV, extra high voltage transmission line, is used to improve the stability of the system. Type of tidal energy generator which is used in large dam, barrage type ആണ്. In a cycle, open cycle MHD steam power plant, the temperature of the enhance of MHD duct is 2500 to 3000 Kelvin. Okay. Windmill called as Darien's mill in vertical axis mill. What is average wind velocity observed on earth? 9 meter per second. The output of an AND gate is high when all inputs are high. The decimal number correspond to binary number. Okay, ഇത് നമ്മൾ ചെയ്ത് നോക്കാം. Decimal number corresponding to binary number. എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ എഴുതുന്ന പോലെ എങ്ങനെ എഴുതും? എന്താണ്? ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 × 2⁻6 പ്ലസ് 1 × 2⁵5 പ്ലസ് എന്തായിരിക്കും? 1 × 2⁻6 2⁵5 വരെ എഴുതി. അടുത്ത് 1 × 2⁻1 അല്ല, അടുത്ത് 0 അല്ലേ വരുന്നത്? അടുത്തത് 0.0 അല്ലേ? 0 × 2⁴ പ്ലസ് നിങ്ങൾ ഓരോന്നേരം എഴുതി നോക്കട്ടെ. 1 × 2⁵3 പ്ലസ് 1 × 2⁵2 പ്ലസ് അടുത്ത് 0 × 2⁵1 പ്ലസ് 1 × 2⁵0 പ്ലസ് 0 × 0 ശേഷം മൈനസ് കൊടുക്കുക. 0 × 2⁻0 അല്ല, 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3 പ്ലസ് 1 × 2⁻4. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി വരും. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഡെസിമൽ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഡി മോർഗൻസ് തിയറം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ കുറച്ച് ഫാസ്റ്റിൽ പോകണം, നമുക്ക് വീഡിയോ ഭയങ്കര ലാഗായി പോകും. എ ഡിജിറ്റൽ സർക്യൂട്ട് വിച്ച് അക്സെപ്റ്റ്സ് 2 ഇൻപുട്ട് ബിറ്റ്സ്, 1 ഇൻപുട്ട് ക്യാരി ബിറ്റ് ആൻഡ് ജനറേറ്റ് എ സം ഔട്ട്പുട്ട് ബിറ്റ് ആൻഡ് എ ക്യാരി ബിറ്റ്. ഫുൾ ആഡർ ആണ്. ദി ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ഇൻവാലിഡ് സ്റ്റേറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. ഓൾ ഇൻപുട്ട്സ് ആർ ഹൈ. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. The maximum voltage that appear across a diode in full wave rectifier during its blocking state is called peak inverse voltage. So the following method is not used for triggering a capacitor, di/dt triggering. So the following is a bidirectional thyristor, triac. அடுத்து which of the following commutation method is employed in series inverter? It is load commutation. So the following is a DC regulated power supply that performs only step down of voltage buck converter. So the following consists of a mechanical valve operated through an electrical coil, solenoid valve. So the following starter is most economical and suitable for starting a 3.5 kilovolt squirrel cage induction motor that is direct online starter. 2 motors A and B operate such a way that motor B should start only after motor A started. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് വരുന്നത്? Insert a normally open contact for contactor A in series with the contactor coil B. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ഇപ്പോൾ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. So the following sequence of connection correct about AC motor control circuit. ഇതാണ് കറക്റ്റ് വരുന്നത്. ഫസ്റ്റ് ഇതാണ് വരുന്നത് കറക്റ്റ്. So the following relay have inverse time current characteristics over current level. Limit switch is used to control linear to and fro motion, circular motion. Both A and B ആണ്. A 3-phase induction motor is said to be operated in single phasing condition when one of the 3 fuses on supply line blow off. Only 2 phases are supplied to the motor. So the following single phase electric drive offers 4 current operation, dual converter drive ആണ്. So the following speed control method is not applicable for SEM drives, slip energy recovery controller. Last question, which of the following device is most suitable for volt per hertz speed control of high power induction motor drive? Cyclo converter. Okay, അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് നമുക്കൊരു വീഡിയോയിൽ വളരെ ലെങ്തിയാണ്.
അപ്പോൾ നിങ്ങളത് നമ്മൾ കൂടുതൽ ഓരോ ക്വസ്റ്റിനും എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടും. ഓക്കെ, അടുത്ത ക്ലാസ് മുതൽ നമ്മൾ 2 സെക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമുക്ക് പഠിക്കാനുള്ള PYQ ക്വസ്റ്റ്യൻസ്. നല്ലപോലെ പഠിക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ചോദിക്കുന്ന മോഡൽ അറിഞ്ഞായിരിക്കും, അതനുസരിച്ച് തിയറിയിൽ ഫോക്കസ് ചെയ്യാം. നാളെ നമുക്ക് മൊഡ്യൂൾ 1 എക്സാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സസിന് കുറിച്ച് അറിയുന്നവണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫീസൊക്കെ വളരെ കുറവാണ്. പ്രീവിയസ് സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് 50% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.